എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ബീൻസ് ക്യാരറ്റ് തോരനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ബീൻസ്, ഒരു 200 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ ഒരു 500 ഗ്രാം ഉണ്ടാവും. നമ്മളത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ബീൻസും ക്യാരറ്റും ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വരാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്യാതെ നമ്മൾക്ക് തോരൻ ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ വിഷം മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് ബോയിൽ ചെയ്യാണ്. ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നികര വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് സ്റ്റവിലേക്ക് വെച്ച് കത്തിക്കുക. അപ്പോൾ നമ്മളിതൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അതായത് ആ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരുവിധം വെന്താൽ മതി. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതൊന്ന് വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് വേറൊരു ചെറിയ പണി കൂടി ഉണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കുക. ഇനി അതിലേക്ക് ഒരു 6-7 വറ്റൽ മുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ വറ്റൽമുളക് ഞാനത് ചുവക്കെ കോരിയെടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആ വറ്റൽമുളക് ഒരു പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 മുറി തേങ്ങ ചിരവിയത് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച 10-15 ചുവന്നുള്ളി ഇതുപോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ചതച്ച് തന്നെ ചേർക്കണം. അപ്പോൾ നേരത്തെ വെച്ച വറ്റൽമുളകിൻ്റെ അതേ എണ്ണ തന്നെ അവിടെ നമ്മൾ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ബോയിൽ ചെയ്ത ബീൻസും ക്യാരറ്റും ഞാൻ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടിയിലേക്ക് നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ 1/2 സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ആ ചതച്ച് വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ചുവക്കെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ചുവന്നുള്ളിയൊക്കെ ഒരുവിധം നല്ലപോലെ ഒന്ന് ആ വെളിച്ചെണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിരവി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അല്പം വേണമെങ്കിൽ ഫ്ലെയിം ഇപ്പോൾ കൂട്ടി കൊടുക്കാം. തേങ്ങ അതൊക്കെ ഒന്ന് സ്വെറ്റായിട്ടൊന്ന് വരട്ടെ. ഇനി അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ വറ്റൽമുളകിൻ്റെ 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം എരിവുണ്ടാകും. നേരത്തെ പച്ചമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഈ സമയത്ത് നമ്മൾക്ക് ഒരു 2 തണ്ട് കരിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത ആ ബീൻസും ക്യാരറ്റും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ കഞ്ഞിക്കൊക്കെ നല്ലൊരു അടിപൊളിയായിരിക്കും. നമ്മൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒരു കറിയും ഈ തോരനുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. നല്ലൊരു ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. വറ്റൽമുളകൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് ക്രഷ് ചെയ്തിട്ട് തോരൻ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമ്മളെ തോരൻ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മളൊന്ന് പൊത്തി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞു. ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ ഒന്ന് അതിലേക്ക് ചൂടും അതൊക്കെ അങ്ങോട്ട് കയറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഈ സമയം ഞാൻ ഉപ്പും എരിവെല്ലാം നോക്കുന്നത് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി കാണിക്കുന്നുണ്ട്.
അപ്പോൾ ബീൻസും ക്യാരറ്റും മിക്സ്ഡ് തോരൻ എല്ലാവരും വെച്ചിട്ടുണ്ടാവും. എന്നാലും ഇതുപോലെ ഒരു സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കുക, നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെടും. ഞാനെന്നത് ചോറിൻ്റെ കൂടെ ബീൻസും ക്യാരറ്റും തോരനും, പിന്നെ നമ്മൾക്കൊരു കറിയും കൂടി ഉണ്ട്. അതായത് ചിക്കനും കുമ്പളങ്ങയും കൂടി ചേർത്ത ഒരു കറിയാണ്. അപ്പോൾ അത് രണ്ടും കൂടിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.